അതിനുശേഷം നോമിനേഷൻ ആയിരുന്നു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഇത്രയും കാരണങ്ങളിലൂടെ ഇത്തവണ 9 പേര് നോമിനേറ്റ് ആയിട്ടുണ്ട്. നോമിനേറ്റഡ് ആയവരിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ നോമിനേറ്റ് ആവാതെ വന്നവരുടെ കാര്യത്തിൽ അത്ഭുതപ്പെടാനുള്ള കാര്യമുണ്ട്. പിന്നെ ആദ്യം നോമിനേറ്റ് ആയവരാരൊക്കെയാന്ന് നോക്കാം. സരിക, റെന, ഷാനവാസ് ഇവർക്ക് 2 നോമിനേഷൻ വീതമാണ് കിട്ടിയത്. അനുമോള്, അക്ബർ, ഒനിൽ ഇവർക്ക് 3 നോമിനേഷൻസ് കിട്ടി. 4 നോമിനേഷൻസ് കിട്ടിയത് ശരത്തിനും ശൈത്യക്കുമാണ്. ഏറ്റവും കൂടുതൽ നോമിനേഷൻ, അതായത് 5 പേര് നോമിനേറ്റ് ചെയ്തത് ശാരികയാണ്. ഇതിനകത്തൊരു 3 പേരുടെ കാര്യമാണ് ഏറ്റവും പുറകിലായിട്ട് നിൽക്കുന്നത്. ശാരികയുണ്ട്, ശൈത്യമുണ്ട്, സരികയുണ്ട്. ഇവരുടെ 3 പേരുടെയും ഗെയിം അത്ര ആക്റ്റീവ് ഒന്നും അല്ല. ഒനിയിലും റെനയൊക്കെ ഈ ആഴ്ച എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മുകളിലേക്ക് കയറി വരാൻ പറ്റും. ഇത്തവണ നോമിനേഷനിൽ വരാത്തവരാണ് അടിപൊളി. പേര് കേട്ടോ: ആദില നൂറ, നെവിൻ, അനീഷ്, ജിസൈല്, ബിന്നി, അഭിലാഷ്, രേണു. അത്ഭുതപ്പെടുത്തിയത് ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് അനീഷിനെ ഒരാൾ പോലും നോമിനേറ്റ് ചെയ്തില്ല. അനീഷ് ഞെട്ടിയിട്ടുണ്ട്. ഏതായാലും എല്ലാവരും കളി മാറ്റി പിടിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് അനീഷിനെ ഒരാൾ പോലും നോമിനേറ്റ് ചെയ്യാത്തത്. പിന്നെ ക്യാപ്റ്റനായ ആര്യനും ഇത്തവണ നോമിനേഷനില്ല. നെവിന്റെയും ബിന്നിയുടെയും പേര് വന്നിട്ടില്ല. ഈ ആദില നൂറയൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടാണ്? അവർ ഭയങ്കര സേഫാണ്. ബിഗ് ബോസ് തുടക്കം കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞ് പൂച്ചയെ പോലെ പമ്മിയിരിക്കുന്നവർ ഇതിന്റെ ഇടയിലുണ്ട്, അങ്ങനെയുള്ളവരെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആദില നൂറയൊന്നും അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അവരെന്തിനാണ് ബിഗ് ബോസിൽ വന്നതെന്ന് തോന്നിപ്പോ. പിന്നെ അവരുടെ ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറോ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ അതൊന്നും എനിക്കറിയില്ല. ആദില നൂറയൊക്കെ ആകെ ചെയ്യുന്നത് അനുമോള് പറയുന്ന കുറെ വിഷമങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ശൈത്യം കഴിഞ്ഞിട്ട് പിന്നീട് പോയിരിക്കുന്നത്, എവിടെയെങ്കിലും കൂട്ടത്തിൽ പോയിരുന്ന് കഥ കേൾക്കാൻ ഇരിക്കുന്നതല്ലാതെ വേറെ ഒരു പരിപാടിയില്ല.